യുദ്ധഭൂമിയിൽ സമാധാനത്തിനായി ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിന് സമീപം പ്രാർത്ഥന നടത്തി ക്രൈസ്തവർ. മെയ് 31-നാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ജെറുസലേമിലെ തെരുവുകളിലൂടെ പ്രാർത്ഥനാ റാലി നടന്നത്. തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിന് മുൻപായി ജെറുസലേമിലെ ലത്തീൻ സഭയുടെ ഇടവക വികാരി ഫാദർ അംജാദ് സബാറയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല പങ്കെടുത്തിരുന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജെറുസലേം മറിയം തന്റെ മകന്റെ രക്ഷാകര കർമ്മത്തിന് സാക്ഷ്യം വഹിച്ച ഇടം കൂടിയാണ് എന്ന അനുസ്മരണത്തോടെ ഇന്ന് പീഡാനുഭവ വഴികളിലൂടെയാണ് നമ്മൾ മുന്നേറുന്നത് എന്നും മറിയത്തെ പോലെ പുനരുത്ഥാനത്തിലേക്കും രക്ഷയിലേക്കും നീങ്ങുമെന്ന പ്രതീക്ഷയിൽ നാം ഉറച്ചു നിൽക്കണമെന്നും കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല ദിവ്യബലി മധ്യേയുള്ള സന്ദേശത്തിൽ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. പൊതുവീഥികളിൽ പരിശുദ്ധ മറിയത്തിന്റെ ചിത്രമടങ്ങുന്ന ക്രൈസ്തവർ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായി മാറി. ദൈവമാതാവിന്റെ വേഷധാരണം അനുകരിച്ച് വെള്ളവസ്ത്രവും ശിരോവസ്ത്രവും മേലങ്കിയും നീല അരക്കച്ചയും ധരിപ്പിച്ച് പെൺകുട്ടികളെ കന്യകാമാതാവിന് ഭരമേൽപ്പിക്കുന്നത് പോലുള്ള പരമ്പരാഗത ശുശ്രൂഷകൾ മരിയൻ പ്രദക്ഷിണത്തിന്റെ ഭാഗമായി. കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല, വിശുദ്ധ നാടിന്റെ കസ്റ്റോസ് ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ എന്നിവർ നേതൃത്വം നൽകിയ റാലിയിൽ സ്കൗട്ടുകൾ, വിശ്വാസികൾ എന്നിവർ അലങ്കരിച്ച തെരുവീഥികളിലൂടെ കന്യകാമറിയത്തിന് ഇടതടവില്ലാതെ സ്തുതിഗീതങ്ങൾ ആലപിച്ച് പരിശുദ്ധ മറിയത്തിന്റെ തിരുസ്വരൂപത്തിന് അകമ്പടി സേവിച്ചു. 8 മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥത്തിൽ സ്വർഗീയ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ സജീവമായി പ്രാർത്ഥനകളിൽ പങ്കെടുത്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.